പരിശുദ്ധാത്മാവ് ശുദ്ധീകരിക്കുന്നത് നമ്മുടെ വീടല്ല, നമ്മുടെ ഗ്രാമോ പഞ്ചായത്തോ സിറ്റിയോ അല്ല. പരിശുദ്ധാത്മാവ് ശുദ്ധീകരിക്കുന്നത് എൻ്റെയും നിങ്ങളുടെ ഹൃദയങ്ങളെയാണ്. ഹൃദയത്തെയാണ് ദൈവരാജ്യമാക്കി മാറ്റുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഹൃദയത്തെ ദൈവരാജ്യമാക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വാഴത്തില്ല, ദൈവം നമ്മുടെ ഉള്ളിൽ വാഴും. അങ്ങനെ നടക്കുന്ന ഒരു കൂട്ടരെ ചേർത്ത് രണ്ടാമത്തെ ഫേസ് ആരംഭിക്കാൻ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വരും. യോഗ്യതയുള്ളവരോടുകൂടെ 1000 വർഷം ഈ ഭൂമിയിലെ, ഈ തിന്മയായ ഈ ഭൂമിയിലെ ജെറുസലേം തലസ്ഥാനമാക്കി വെച്ചുകൊണ്ട് 1000 വർഷം ഇവിടെ വാഴും. അന്ന് ഈ ശുശ്രൂഷയുടെ രണ്ടാമത്തെ ലെവൽ നടക്കും. ഭൂമിയിലുള്ള എല്ലാ ദുഷ്ടന്മാരെയും ഇവിടുന്ന് നീക്കിക്കളയും. അതിൻ്റെ ഒടുക്കത്തോടുകൂടെ അരിയിൽ നിന്ന് കല്ല് വിറക്കി കളയുന്ന പോലെ. മനസ്സിലാകുന്നുണ്ടോ? അത് അപ്പോൾ വീണ്ടും ശുദ്ധീകരിക്കപ്പെട്ടു. ആദ്യം നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടു, അതിനുശേഷം ഭൂമിയിലെ മനുഷ്യരുടെ ഇടയിൽ ശുദ്ധീകരണം നടന്നു. തുടർന്ന് ഈ പാഴും ശൂന്യവുമായ പിശാച് ഭരിച്ചിരുന്ന ഈ ഭൂമിയും ആകാശവും അതും എടുത്തു മാറ്റി ശുദ്ധീകരണം നടക്കുക. ഇതിനും മാറ്റിയിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും. ദൈവവചനം 2 പത്രോസ് 3:13 പറയുക, വെറും പുതിയ ആകാശവും പുതിയ ഭൂമിയല്ല, നീതി വസിക്കുന്ന, ഈ ഭൂമിയിൽ അനീതി വസിക്കുന്നതാ, നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരും. മനസ്സിലായോ? 2 പത്രോസ് 3:13. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇറങ്ങി വരും. അങ്ങോട്ടേക്ക് പുതിയ യെരൂശലേം ഇറങ്ങി വരും. അവിടെയാണ് പറയുന്നത്, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ. അപ്പോൾ ഇനിയുള്ള പ്രോസസ്സ് മുഴുവൻ ശുദ്ധീകരണമാണ്. ഇതുകൊണ്ടാണ് വിശുദ്ധന്മാരോട്, രക്ഷിക്കപ്പെട്ടവരോട് പറയുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണില്ല. അപ്പം ഞാൻ ആ പുസ്തകമൊക്കെ എനിക്ക് കിട്ടി, ഭയങ്കര അനുഗ്രഹമാണ്. ഞാനിപ്പോൾ ചർച്ചിൽ അത് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആ വിഷയങ്ങൾ ഭയങ്കരമായിട്ട് നമ്മുടെ ആത്മീക തല അതുകൊണ്ട് തുറന്നു. അസാധാരണമായ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഭയങ്കരമായിട്ട് ജനത്തിന് ഭയങ്കര മാറ്റങ്ങളുണ്ട് അത് പറയുമ്പോൾ. മറ്റേ പ്രസംഗങ്ങൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെറുതെ പ്രസംഗിക്കാന്ന് മാത്രമല്ല, ഇതാകുമ്പോൾ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയോടെ കൃത്യമായിട്ട് നമ്മൾ അവിടെ എത്തിച്ചേരുന്ന തരത്തിലുള്ള ഭയങ്കര അനുഗ്രഹം. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ആ പുസ്തകം ഇനി എത്ര പുസ്തകം ഉണ്ടെങ്കിലും മേടിക്കാൻ തയ്യാറാണ്. അതിനകത്ത് ഞാൻ യൂട്യൂബിൽ ഞാൻ കാണുന്നുണ്ട്, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു, ഞാൻ കാണുന്നുണ്ട് ആ മെസ്സേജൊക്കെ. അപ്പം അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ എഴുതിയെടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അത് കൊള്ളാം, അത് ഭയങ്കര അനുഗ്രഹ പാസ്റ്റർ.